ഹായ് വെൽക്കം ടു ലാഷ് ക്ലാസ്. BA ഇംഗ്ലീഷ് ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷിലെ ആൻഡ് ഇൻട്രൊഡക്ഷൻ എന്ന പോയാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾക്ക് മാധവിക്കുട്ടി എന്ന പേരിൽ പരിചിതയായിട്ടുള്ള കമലാദാസിൻ്റെ ഒരു പോയാണ്. നമ്മളിവിടെ ഈ പോയത്തിൻ്റെ ഒരു അനാലിസിസും ഇതിൽ ഷോർട്ട് ക്വസ്റ്റ്യൻസ്, പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ്, അതുപോലെ essay ക്വസ്റ്റ്യൻസ് എന്നിവയ്ക്കുള്ള നോട്ട്സുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് ഈ പോയത്തിൽ എന്താണ് പറയുന്നതെന്ന് നോക്കാം. ഐ ഡോണ്ട് നോ പൊളിറ്റിക്സ്. ഇവരാദ്യം തന്നെ പറയുന്നത് അവർക്ക് രാഷ്ട്രീയമൊന്നും അറിയില്ല എന്നാണ്. ഐ നോ ദ നെയിംസ് ഓഫ് ദോസ് ഇൻ പവർ. പക്ഷെ രാഷ്ട്രീയമൊന്നും അറിയില്ലെങ്കിലും എനിക്ക് അധികാരത്തിലുള്ള ആളുകളെയൊക്കെ അറിയാം. നമ്മൾക്ക് ചെറിയ ക്ലാസ്സുകളിൽ മുഖ്യമന്ത്രിയുടെ പേര്, പ്രധാനമന്ത്രിയുടെ പേര് എന്നൊക്കെ വെറുതെ കാണാതെ പഠിച്ചിരിക്കുമല്ലോ. ആ രീതിയിൽ അത്രയാണ് അവർക്ക് രാഷ്ട്രീയത്തെക്കുറിച്ച് അറിയുള്ളൂ. ആൻഡ് ക്യാൻ റിപ്പീറ്റ് ദം ലൈക്ക് ഡേയ്സ് ഓഫ് വീക്ക് ഓർ നെയിംസ് ഓഫ് മന്ത്സ് ബിഗിനിങ് വിത്ത് നെഹ്റു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ അധികാരത്തിലുള്ള ആളുകളുടെ പേര് ഇവർക്ക് ഞായർ, തിങ്കൾ, ചൊവ്വ, അല്ലെങ്കിൽ ജനുവരി, ഫെബ്രുവരി, മാർച്ച് എന്ന് പറയുന്ന പോലെ നെഹ്റു, ഗാന്ധി, ലാൽ ബഹദൂർ ശാസ്ത്രി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവരുടെ പേരുകൾ ഉരുവിടാമെന്നല്ലാതെ രാഷ്ട്രീയവുമായിട്ട് അവർക്ക് വേറൊരു ബന്ധവുമില്ല. ഐ ആം ഇന്ത്യൻ, വെരി ബ്രൗൺ, ബോൺ ഇൻ മലബാർ. ഞാൻ ഇന്ത്യക്കാരിയാണ്, വെരി ബ്രൗൺ, ഇന്ത്യക്കാരുടേതുപോലുള്ള നിറം തന്നെയാണ് എനിക്കുള്ളത്. ബോൺ ഇൻ മലബാർ, മലബാറിലാണ് ഞാൻ ജനിച്ചത്. ഐ സ്പീക്ക് 3 ലാംഗ്വേജസ്, റൈറ്റ് ഇൻ 2, ഡ്രീം ഇൻ 1. ഞാൻ 3 ഭാഷകളിൽ സംസാരിക്കും, 2 ഭാഷകളിൽ എഴുതും, 1 ഭാഷയിലാണ് ഞാൻ സ്വപ്നം കാണുന്നത്. ഡോണ്ട് റൈറ്റ് ഇൻ ഇംഗ്ലീഷ്, ദേ സെഡ്. ഇംഗ്ലീഷ് ഈസ് നോട്ട് യുവർ മദർ ടങ്. പക്ഷെ അവരെന്നോട് പറയുന്നത് ഇംഗ്ലീഷിൽ എഴുതരുത്, ഇംഗ്ലീഷ് നിൻ്റെ മാതൃഭാഷയല്ലല്ലോ എന്നാണ്. വൈ നോട്ട് ലീവ് മീ അലോൺ, ക്രിറ്റിക്സ്, ഫ്രണ്ട്സ്, വിസിറ്റിംഗ് കസിൻസ്, എവ്രി വൺ ഓഫ് യു. എന്നെ ഒറ്റയ്ക്ക് വിട്ടുകൂടെയും, എന്നെ എൻ്റെ വഴിക്ക് വിട്ടുകൂടെയും. ഞാൻ ഇംഗ്ലീഷിലോ മലയാളത്തിലോ എന്തിൽ വേണമെങ്കിലും എഴുതിക്കോട്ടെ, നിങ്ങൾ എന്തിനാണ് അത് വിമർശിക്കാൻ നിൽക്കുന്നത്? എൻ്റെ സുഹൃത്തുക്കളെ, വിമർശകരെ, എന്നെ സന്ദർശിക്കാൻ വരുന്ന എൻ്റെ ഡിസ്റ്റൻറ്റ് കസിൻസ്, എൻ്റെ അകന്ന ബന്ധുക്കളെ, നിങ്ങളൊക്കെ എന്നെ എൻ്റെ വഴിക്ക് വിട്ടുകൂടെ എന്നാണ് അവർ ചോദിക്കുന്നത്. വൈ നോട്ട് ലെറ്റ് മീ സ്പീക്ക് ഇൻ എനി ലാംഗ്വേജ് ഐ ലൈക്ക്. എനിക്കിഷ്ടപ്പെട്ട ഭാഷയിൽ സംസാരിക്കാൻ എന്നെ അനുവദിച്ചുകൂടെ? ദ ലാംഗ്വേജ് ഐ സ്പീക്ക് ബിക്കംസ് മൈൻ. ഞാൻ സംസാരിക്കുന്ന ഭാഷ എൻ്റേതാകുന്നു. ഇറ്റ്സ് ഡിസ്റ്റോർഷൻസ്, അതിൻ്റെ വകതിരിവുകൾ. ഇറ്റ്സ് സ്ക്വയർനെസ്, അതിൻ്റെ സ്ട്രേഞ്ച്നെസ്, അതിൻ്റെ അപരിചിത്വം. ഓൾ മൈൻ, മൈൻ അലോൺ, അതെല്ലാം എൻ്റെയാണ്, എൻ്റെ മാത്രം. അപ്പോൾ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന പോയറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അവരെ തന്നെയാണ്, സ്വന്തം സെൽഫിനെ തന്നെയാണ് പോയറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ആദ്യം തന്നെ അവർ പറയുന്നത് അവർക്ക് രാഷ്ട്രീയമായിട്ടുള്ള ബന്ധങ്ങളൊന്നുമില്ല, അവർക്ക് അത്തരം കാര്യങ്ങൾ അറിയില്ല. പിന്നെ അവർക്ക് മനസ്സിലാവാത്തത് എന്തിനാണ് പിന്നെ അവരെങ്ങനെ വിമർശിക്കുന്നതാണ് അവർ ചോദിക്കുന്നത്. അവർ ഇംഗ്ലീഷിൽ എഴുതുന്നു എന്നുള്ളതാണ് അവർക്ക് നേരിടുന്ന പ്രധാനമായിട്ടുള്ള വിമർശനം. അപ്പോൾ അവർ ഏത് ഭാഷയിൽ വേണമെങ്കിലും എഴുതിക്കൂട്ടെ, അതിനെന്തിനാണ് വിമർശിക്കുന്നതെന്നാണ് ആദ്യം അവർക്ക് ചോദിക്കാനുള്ളത്. It is half English, half Indian, funny perhaps, but it is honest. ഇനി അവരുടെ ഭാഷയെക്കുറിച്ചാണ് അവർ പറയുന്നത്. അത് പകുതി ഇംഗ്ലീഷും പകുതി ഇന്ത്യൻ ഭാഷയാണ്. നിങ്ങൾക്കത് തമാശയായിട്ട് തോന്നിയേക്കാം, പക്ഷെ അത് സത്യസന്ധമാണ്. ഇറ്റ് ഈസ് ആസ് ഹ്യൂമൻ ആസ് ഐ ആം ഹ്യൂമൻ, ഡോണ്ട് യു സീ. ഞാൻ മനുഷ്യനായിരിക്കുന്നത് പോലെ തന്നെ എൻ്റെ ഭാഷയും മനുഷ്യരുടെ ഭാഷ തന്നെയാണ്, നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ലേ? ഇറ്റ് വോയിസസ് മൈ ജോയ്സ്, മൈ ലോങ്ങിങ്സ്, മൈ ഹോപ്സ്. എൻ്റെ സന്തോഷങ്ങളെ, എൻ്റെ കാത്തിരിപ്പുകളെ, എൻ്റെ പ്രതീക്ഷകളെ ശബ്ദമാക്കുവാൻ ആ ഭാഷയ്ക്ക് കഴിയുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഫുൾ ടു മീ ആസ് കോവിങ് ഈസ് ഇറ്റ് ടു ക്രോസ് ഓർ റോറിങ് ടു ദ ലയൺസ്. കാക്കകൾക്ക് അതിൻ്റെ കരച്ചിൽ ഉപയോഗമുള്ളതുപോലെ, സിംഹത്തിന് അതിൻ്റെ ഗർജനം ഉപയോഗമുള്ളതുപോലെ എൻ്റെ ഭാഷ എനിക്ക് ഉപയോഗമുണ്ട്. എൻ്റെ സന്തോഷങ്ങളും സങ്കടങ്ങളും എൻ്റെ വികാരങ്ങളെല്ലാം പ്രകടിപ്പിക്കാൻ എനിക്ക് എൻ്റെ ഭാഷയിലൂടെ കഴിയുന്നുണ്ട്. ഇറ്റ് ഈസ് ഹ്യൂമൻ സ്പീച്ച്, അത് മനുഷ്യ സംസാരം തന്നെയാണ്. ദ സ്പീച്ച് ഓഫ് ദ മൈൻഡ് ദാറ്റ് ഈസ് ഹിയർ ആൻഡ് നോട്ട് ദർ. എ മൈൻഡ് ദാറ്റ് സീസ് ആൻഡ് ഹിയേഴ്സ് ആൻഡ് ഈസ് അവെയർ. അത് മനുഷ്യ സംസാരം തന്നെയാണ്, മനുഷ്യ മനസ്സിൻ്റെ സംസാരം തന്നെയാണ്, ഇവിടെ തന്നെയാണുള്ളത്. എ മൈൻഡ് ദാറ്റ് സീസ് ആൻഡ് ഹിയേഴ്സ് ആൻഡ് ഈസ് അവെയർ. കേൾക്കാനും കാണാനും കഴിയുന്ന അവെയർ, ബോധമുള്ള, കാര്യങ്ങളെക്കുറിച്ച് അവബോധമുള്ള ഒരു മനസ്സിൻ്റെ ഭാഷ തന്നെയാണത്. നോട്ട് ദ ഡെഫ് ബ്ലൈൻഡ് സ്പീച്ച് ഓഫ് ട്രീസ് ഇൻ സ്റ്റോം. ഈ പേമാരിയിൽ പെട്ടുപോയ മരത്തിൻ്റെ കാഴ്ചയില്ലാത്ത, കേൾവിയില്ലാത്ത ഭാഷ പോലെയല്ല അത്. or of monsoon clouds, or of rain,
or the incoherent mutterings of the blazing funeral pyre. ഇനി മഴക്കാലത്തിൽ മേഘങ്ങളുടേതുപോലെയല്ല ഈ ഇടിമുഴക്കമൊക്കെ ഉണ്ടാവുമല്ലോ, അതുപോലെ തന്നെ മഴയുടേതല്ല. ഇൻകൊഹറൻറ്റ് മട്ടറിങ്സ് ഓഫ് ദ ബ്ലേസിംഗ് ഫ്യൂണറൽ പയർ. ഈ ശവസംസ്കാര സമയത്ത് ഹിന്ദു സമൂഹത്തിലുണ്ടാവുന്നതാണ് ഈ വിറക് അടുക്കി വെച്ചിട്ട് കത്തിക്കുന്ന ഒരു സംവിധാനം. അപ്പോൾ ആ വിറക് കത്തുന്നതിൻ്റെ മർമ്മരം പോലെയുള്ള ശബ്ദമല്ല ഇത്, കേൾക്കാനും മനസ്സിലാക്കാനും കഴിയുന്ന ഭാഷ തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത് എന്നവർ പറയുന്നു. ഇത്രയാണ് അവർക്ക് അവരുടെ ഭാഷയെക്കുറിച്ച് പറയാനുള്ളത്. ആദ്യം അവർ നേരിടേണ്ടി വന്നിട്ടുള്ള വിമർശനം എന്ന് പറയുന്നത് എന്തുകൊണ്ട് അവർ ഇംഗ്ലീഷിൽ എഴുതുന്നുള്ളതാണ്. അതിനുള്ള വിശദീകരണമാണ് അവർ കൊടുത്തിട്ടുള്ളത്. അവർ അവരുടെ ഭാഷയിലാണ് എഴുതുന്നത്. അവരുടെ സന്തോഷങ്ങളും അവരുടെ പ്രതീക്ഷകളും എല്ലാം പങ്കുവയ്ക്കുന്ന, അവർക്ക് മനസ്സിലാക്കാനും മറ്റുള്ളവർക്ക് കേൾക്കാനും കഴിയുന്ന ഭാഷ തന്നെയാണ് അതെന്നാണ് അവർ പറയുന്നത്. ഐ വാസ് എ ചൈൽഡ്, ഞാനൊരു കുട്ടിയായിരുന്നു. ആൻഡ് ലേറ്റർ ദേ ടോൾഡ് മീ ഐ ഗ്രൂ, പിന്നീട് അവർ പറഞ്ഞു ഞാൻ വളർന്നുവെന്ന്. ഫോർ ഐ ബിക്കം ടോൾ, മൈ ലിംസ് സ്വെൽഡ് ആൻഡ് 1 or 2 places സ്പ്രൗട്ടഡ് ഹെയർ. എനിക്ക് കുറച്ച് ഹൈറ്റ് വെച്ചു, എൻ്റെ ലിംസ് കയ്യിനും കാലിനൊക്കെ ചെറുതായിട്ടൊന്ന് തടി വെച്ചു. 1 or 2 places സ്പ്രൗട്ടഡ് ഹെയർ, എൻ്റെ ശരീരത്തിൽ 1-2 ഭാഗത്ത് ഈ മുടി വളർന്നു. അപ്പോൾ അവർ പറഞ്ഞു ഞാൻ വലുതായി എന്ന്. വെൻ ഐ ആസ്ക്ഡ് ഫോർ ലവ്, നോട്ട് നോവിങ് വാട്ട് എൽസ് ടു ആസ്ക് ഫോർ, he drew a youth of 16 into the bedroom and closed the door. ഇനി ഇവർ പറയുന്നത് ഇവർ സ്നേഹത്തിന് വേണ്ടി ആവശ്യപ്പെട്ട സമയത്ത് മറ്റെന്തിനു വേണ്ടിയാണ് ആവശ്യപ്പെടേണ്ടിയിരുന്നതെന്ന് അവർക്ക് അറിയുമായിരുന്നില്ല. അവർക്കന്ന് 16 വയസ്സാണുള്ളത്. ഇവർ വിവാഹം കഴിക്കുന്നത് 15 വയസ്സിലാണ്. അപ്പോൾ അവരുടെ പേഴ്സണൽ എക്സ്പീരിയൻസിനെ കുറിച്ച് തന്നെയാണ് അവർ പറയുന്നത്. He drew a youth of 16 into the bedroom and closed the door. ഈ 16 വയസ്സുള്ള അവരെ ഇവരുടെ ഹസ്ബൻഡ് മുറിക്കകത്താക്കി വാതിലടച്ചു. ഹി ഡിഡ് നോട്ട് ബീറ്റ് മീ, അയാൾ എന്നെ മർദ്ദിച്ചില്ല. ബട്ട് മൈ സാഡ് വുമൺ ബോഡി ഫെൽ സോ ബീറ്റൻ, പക്ഷെ എൻ്റെ ദുഃഖിതയായ സ്ത്രീ ശരീരത്തിന് മർദ്ദനമേറ്റതുപോലെ തോന്നി. ദ വെയ്റ്റ് ഓഫ് മൈ ബ്രേസ് ആൻഡ് വോംബ് ക്രഷ്ഡ് മീ, എൻ്റെ മാറിടങ്ങളുടെയും ഗർഭാശയത്തിൻ്റെയും ഭാരം എന്നെ തകർത്ത് കളഞ്ഞു. ഐ ഷ്രാങ്ക് പിറ്റിഫുള്ളി, ഇവർ വളരെ ദുഃഖത്തോടെ ചുരുങ്ങിപ്പോയി. ഇവിടെ പറയുന്നത് അവരെ ഒബ്ജക്റ്റിഫൈ ചെയ്യുന്നതിലുള്ള അവർക്കുള്ളൊരു ദുഃഖമാണ് പറയുന്നത്. അവരെ ഒരു വസ്തുവായിട്ട് ഒരു സ്ത്രീ ശരീരം എന്നുള്ള രീതിയിൽ അവരെ സമീപിക്കുകയും അവരുടെ മനസ്സിനെ പരിഗണിക്കാതിരിക്കുകയും അവരുടെ ഇഷ്ടങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യാത്ത ഒരു ഹസ്ബൻഡ് എന്നുള്ള ഒരു അനുഭവത്തെക്കുറിച്ചിട്ടാണ് അവരിവിടെ പറയുന്നത്. ഇത് അവരുടെ മാത്രം അനുഭവമല്ല, ആ ഒരു കാലഘട്ടത്തിൽ 15-16 വയസ്സിൽ വിവാഹിതരാകുന്ന പലരുടെയും അനുഭവമാണ്. ആ രീതിയിൽ അന്നത്തെ ഒരു ഇന്ത്യൻ സമൂഹത്തിൻ്റെ കൂടി ചിത്രമാണ് അവരിവിടെ വരച്ചു വയ്ക്കുന്നത്. ദെൻ ഐ വോർ എ ഷർട്ട് ആൻഡ് മൈ ബ്രദേഴ്സ് ട്രൗസേഴ്സ്. അതിനുശേഷം ഞാൻ ഷർട്ട് ധരിക്കാൻ തുടങ്ങി, എൻ്റെ ബ്രദറിൻ്റെ സഹോദരൻ്റെ ട്രൗസേഴ്സ് ധരിക്കാൻ തുടങ്ങി. കട്ട് മൈ ഹെയർ ഷോർട്ട് ആൻഡ് ഐ ഇഗ്നോർഡ് മൈ വുമൺലിനെസ്. ഞാൻ എൻ്റെ മുടി വെട്ടിക്കളഞ്ഞു, ഞാൻ എൻ്റെ സ്ത്രീത്വത്തെ അവഗണിച്ചു തുടങ്ങി. Dress in sarees, be a girl, be a wife, they said. Be an embroiderer, be a cook, be a quarreler with servants, fit in. Oh, belong, cried the categorizers. അപ്പോൾ അവരിങ്ങനെ ഇവരുടെ വസ്ത്രവും അതുപോലെ മുടിയൊക്കെ മാറ്റിയ സമയത്ത് അവരുടെ ചുറ്റുമുള്ള ആളുകൾ ഇങ്ങനെ പറയാണ്, സാരി ധരിക്കൂ, സ്ത്രീകളെ പോലെ വസ്ത്രം ധരിക്കൂ, ഒരു വൈഫിനെ പോലെ ആവൂ, തുന്നൽക്കാരിയാവൂ, അടുക്കളയിലെ കാര്യങ്ങൾ ചെയ്യൂ എന്നുള്ള രീതിയിൽ ഇവരെ ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ ആക്കി തീർക്കുവാൻ വേണ്ടിയിട്ട് അവരുടെ ചുറ്റുമുള്ള ആളുകൾ സംസാരിക്കുന്നതിനെ കുറിച്ചിട്ടാണ് അവർ പറയുന്നത്. ഡോണ്ട് സിറ്റ് ഓൺ വോൾസ് ഓർ പീപ്പ് ഇൻ ത്രൂ അവർ ലേസ് സ്ട്രിപ്ഡ് വിൻഡോസ്. മതിലിന് മുകളിൽ ഇരിക്കരുത്, അതുപോലെ ജനലിനുള്ളിലൂടെ പുറത്തേക്ക് നോക്കരുത്, അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ ഒരു സ്ത്രീയാക്കാൻ വേണ്ടിയിട്ട് അവരുടെ ചുറ്റുമുള്ള ആളുകൾ ശ്രമിച്ചു എന്നാണ് അവർ പറയുന്നത്. ബി ആമി ഓർ ബി കമല ഓർ ബെറ്റർ സ്റ്റിൽ ബി മാധവിക്കുട്ടി. ഒന്നുകിൽ ആമിയാവും, അല്ലെങ്കിൽ കമലയാവും, അല്ലെങ്കിൽ മാധവിക്കുട്ടിയാവും, ഏതെങ്കിലും ഒരു ഐഡൻറ്റിറ്റിയിൽ ഉറച്ചു നിൽക്കൂ എന്നാണ് അവരുടെ ചുറ്റുമുള്ളവർ അവരോട് പറയുന്നത്. ഇറ്റ് ഈസ് ടൈം ടു ചൂസ് എ നെയിം. ഒരു പേര് തിരഞ്ഞെടുക്കാൻ സമയമായി. എ റോൾ, എന്താണ് നിങ്ങളുടെ റോള്, ഒരു വൈഫിൻ്റെതാണോ ഒരു സ്ത്രീയുടേതാണോ, അത് നിങ്ങൾ തിരഞ്ഞെടുക്കൂ എന്നൊക്കെയാണ് അവരുടെ ചുറ്റുമുള്ളവർ പറയുന്നത്. ഡോണ്ട് പ്ലേ പ്രിറ്റൻഡിങ് ഗെയിംസ്. ഇങ്ങനെ ഗെയിം കളിച്ച് നിൽക്കരുത്, കളിപ്പിക്കരുത്, ചുറ്റുള്ളവരെ കളിപ്പിക്കരുത്, നിങ്ങൾ ഓരോ ദിവസം ഓരോ റോള് എന്നുള്ള ഇതിലൊന്നും ആവരുത്. ഡോണ്ട് പ്ലേ ഷീസോഫ്രീനിയ
ഓർ ബി എ നിംഫോ. ഷീസോഫ്രീനിയ എന്ന് പറയുന്നത് ഒരു മാനസിക രോഗം, മാനസിക അസ്വാസ്ഥ്യമാണ്. അപ്പോൾ നിങ്ങൾ അതുപോലെ പെരുമാറരുത്. ഓർ ബി എ നിംഫോ. നിംഫോ എന്ന് പറയുന്നത് സെക്ഷുവൽ ഡിസയറുള്ള ആളുകളാണ്. അപ്പോൾ അത്തരത്തിലുള്ള നിങ്ങളുടെ വികാരങ്ങൾ നിങ്ങൾ പ്രകടിപ്പിക്കരുത്. ഡോണ്ട് ക്രൈ എംബാരസിംഗ്ലി ലൗഡ് വെൻ ജിൽറ്റഡ് ഇൻ ലവ്. ഇനി പ്രണയത്തിൽ ദുഃഖം ഉണ്ടാവുന്ന സമയത്ത് ഉറക്കെ പൊട്ടിക്കരയരുത്. അപ്പോൾ തുടർന്ന് അങ്ങോട്ട് കാണുന്നത് അവരെ ചുറ്റുമുള്ള ആളുകൾ അവരെ കാറ്റഗറൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. ഒരു സ്ത്രീ ആക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. സാരി ഉടുക്കൂ, സ്ത്രീകളെ പോലെ വസ്ത്രം ധരിക്കൂ, സ്ത്രീകളെ പോലെ അടുക്കളയിൽ കയറൂ, അങ്ങനെ ചെയ്യൂ, ഇങ്ങനെ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ ഒരു സ്ത്രീയാക്കി തീർക്കാൻ വേണ്ടിയിട്ട് അവരെ ചുറ്റുമുള്ളവർ ശ്രമിക്കുകയും അതിന് ഒതുങ്ങി നിൽക്കാത്ത സമയത്ത് അവരെ വിമർശിക്കുകയും ചെയ്യുന്നതാണ് പിന്നീട് നമ്മൾ കാണുന്നത്. ഐ മെറ്റ് എ മാൻ, ലവ്ഡ് ഹിം. ഞാൻ പിന്നീട് ഒരാളെ കണ്ടു, അയാളെ സ്നേഹിച്ചു. കോൾ ഹിം നോട്ട് ബൈ എനി നെയിം. അയാളെ ഞാനൊരു പേര് വിളിക്കാറില്ല. ഹിസ് എവറി മാൻ ഹു വാണ്ട്സ് എ വുമൺ ജസ്റ്റ് ആസ് ഐ ആം എവറി വുമൺ ഹു സീക്സ് ലവ്. അങ്ങനെ ഒരു പേരിൻ്റെ ആവശ്യകതയില്ല അയാൾക്ക്. ഒരു സ്ത്രീയെ ആഗ്രഹിക്കുന്ന എല്ലാ പുരുഷന്മാരെയും പോലെയുള്ള ഒരാളാണ് അയാൾ. സ്നേഹം ആഗ്രഹിക്കുന്ന മറ്റുള്ള സ്ത്രീകളെ പോലെ ഞാൻ ആകുന്ന പോലെ ഒരു സ്ത്രീയെ ആഗ്രഹിക്കുന്ന ഒരു പുരുഷനാണ് അയാൾ. ഇൻ ഹിം ദ ഹംഗ്രി ഹേസ്റ്റ് ഓഫ് റിവേഴ്സ്. ഇനി അയാളിൽ ഈ വിശപ്പുള്ള പുഴകളുടെ തിടുക്കമാണ്. ഇൻ മീ ദി ഓഷ്യൻസ് ടയർലെസ് വെയിറ്റിംഗ്. എന്നിലാകട്ടെ സമുദ്രങ്ങളുടെ അക്ഷമമായ കാത്തിരിപ്പും. ഹു ആർ യു? ഐ ആസ്ക് ഈച്ച് ആൻഡ് എവരി വൺ. നിങ്ങൾ ആരാണ്? ഞാൻ എല്ലാവരോടും ചോദിക്കുന്നു. ദി ആൻസർ ഈസ് ഇറ്റ് ഈസ് ഐ. പക്ഷെ എനിക്ക് ലഭിക്കുന്ന മറുപടി ഞാനാണ് എന്നാണ്. ഐ എന്നാണ്, പേരല്ല എനിക്ക് ലഭിക്കുന്ന മറുപടി. എനിവേർ ആൻഡ് എവരിവേർ ഐ സീ ദ വൺ ഹൂ കോൾസ് ഹിംസെൽഫ് ഐ. ഞാൻ എവിടെ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് കാണാൻ കഴിയുന്നത് അവരവരെ ഞാൻ എന്ന് വിളിക്കുന്ന ആളുകളെയാണ്. ഇൻ ദിസ് വേൾഡ് ഹീസ് ടൈറ്റ്ലി പാക്ഡ് ലൈക്ക് ദ സോഡ് ഇൻ ഇറ്റ്സ് ഷീത്ത്. ഇനി അവരെല്ലാം ഈ വാൾ ഉറയിൽ ഇറക്കി വെച്ചിരിക്കുന്നത് പോലെ ടൈറ്റായിട്ടിരിക്കുന്ന ആളുകളാണ്. അതായത് സമൂഹത്തിൻ്റെ സങ്കല്പങ്ങൾ, സമൂഹത്തിൻ്റെ നിയമങ്ങൾ, അതുപോലുള്ള കാര്യങ്ങൾ ആണ് ഇവിടെ വാളിൻ്റെ ഉറയായിട്ട് പറയുന്നത്. അതിനകത്തിരിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ ഈ ഒരു കാഴ്ചപ്പാടുകളുടെ പുറത്തേക്ക് പോവാതെ അതിനകത്തിരിക്കുന്ന ആളുകളെയാണ് ഞാൻ എല്ലായിടത്തും കാണുന്നത്. ഇറ്റ് ഈസ് ഐ ഹൂ ഡ്രിങ്ക് ലോൺലി ഡ്രിങ്ക്സ് അറ്റ് 12. അർദ്ധരാത്രിക്ക് ദുഃഖിതയായി കുടിക്കേണ്ടി വരുന്നത് ഞാനാണ്. മിഡ് നൈറ്റ് ഇൻ ഹോട്ടൽസ് ഓഫ് സ്ട്രേഞ്ച് ടൗൺസ്. ഇനി അപരിചിതമായ ഹോട്ടലുകളുടെ മുറികളിൽ. ഇറ്റ് ഈസ് ഐ ഹൂ ലോഫ്. ഇറ്റ് ഈസ് ഐ ഹൂ മേക്ക് ലവ് ആൻഡ് ദെൻ ഫീൽ ഷെയിം. ഞാനാണ് ചിരിക്കുന്നത്, ഞാനാണ് സ്നേഹിക്കുന്നത്, എന്നിട്ട് എനിക്ക് തന്നെയാണ് ഒടുവിൽ അതിൽ ലജ്ജ തോന്നുന്നതും. ഇറ്റ് ഈസ് ഐ ഹൂ ലൈ ഡൈയിങ് വിത്ത് എ റാറ്റിൽ ഇൻ മൈ ത്രോട്ട്. ഞാനാണിവിടെ കിടന്ന് മരിക്കുന്നത്, എൻ്റെ കഴുത്തിൽ ഒരു റാറ്റിൽ, കിലുക്കം ശബ്ദം, അതായത് ഈ തൊണ്ട ഇടറുക എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഐ ആം സിന്നർ, ഐ ആം സെയിൻറ്റ്. ഞാൻ പാപിയാണ്, ഞാൻ വിശുദ്ധയുമാണ്. ഐ ആം ദ ബിലൗഡ് ആൻഡ് ദ ബിട്രേഡ്. ഞാൻ പ്രണയിനിയും വഞ്ചിക്കപ്പെട്ടവളുമാണ്. ഐ ഹാവ് നോ ജോയ്സ് ദറ്റ് ആർ നോട്ട് യുവേഴ്സ്. നിങ്ങൾക്കില്ലാത്ത ഒരു സന്തോഷവും എനിക്കില്ല. നോ ഏക്കസ് വിച്ച് ആർ നോട്ട് യുവേഴ്സ്. നിങ്ങൾക്കില്ലാത്ത ഒരു വേദനയും എനിക്കില്ല. ഐ ടു കോൾ മൈ സെൽഫ് ഐ. ഞാനും എന്നെ ഞാൻ എന്ന് വിളിക്കുകയാണ്. അപ്പോൾ ഈ അവസാന ഭാഗത്ത് ഇവർ പറയുന്നത് ഈ സമൂഹത്തിൽ അവരവരെ ഞാൻ എന്ന് വിളിക്കുന്ന ചില ആളുകളെ കുറിച്ചിട്ടാണ്. അവരവരുടെ പേരല്ല പറയുന്നത്. നിങ്ങൾ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്നാണ് പറയുന്നത്. അവർ ഈ സമൂഹത്തിൻ്റെ ഈ കാഴ്ചപ്പാടുകൾക്കകത്ത് നിൽക്കുന്ന ആളുകളാണെന്നാണ് ഇവർ പറയുന്നത്. എന്നിട്ട് ഈ ഇൻട്രൊഡക്ഷൻ ഇവർ അവസാനിപ്പിക്കുന്നത് അവരവരെയും ഞാൻ എന്ന് വിളിച്ചുകൊണ്ടാണ്. അവരുടെ ഐ ആം ബോത്ത് സിന്നർ ആൻഡ് സെയിൻറ്റ് എന്ന് പറയുന്നുണ്ട്. അവരിലുള്ള എല്ലാ വശങ്ങളും അവർ അംഗീകരിക്കാൻ തയ്യാറാവുകയാണ്. അവരുടെ സന്തോഷം, അവരുടെ ലജ്ജ, അവർ ഒരു വിശുദ്ധയായിട്ട് അവർക്ക് തോന്നുന്നത്, പാപിയായിട്ട് അവർക്ക് തോന്നുന്നത്, അവരുടെ സന്തോഷം, ദുഃഖം എല്ലാം അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു ഞാനാണ് എന്ന് അവർ പറഞ്ഞുകൊണ്ടാണ് ഈ കവിത അവസാനിപ്പിക്കുന്നത്. ഇനി ഇതിൽ നോട്ട്സാണ്. ആദ്യം ഷോർട്ട് ക്വസ്റ്റ്യൻസ് നോക്കാം.
ഹൂ ഇഗ്നോർഡ് ഹെർ വുമൺലിനെസ്, വൈ ഡിഡ് ഷീ ഡു ദാറ്റ്? ആരാണ് അവരുടെ സ്ത്രീത്വത്തെ അവഗണിച്ചത്, എന്തുകൊണ്ടാണ് അവരങ്ങനെ ചെയ്തത്? Kamala Das herself ignored her womanliness as a response to societal expectations and pressures. ഈ പോയറ്റ് കമലാദാസ് സ്വയം ആണ് അവരുടെ സ്ത്രീത്വത്തെ ഉപേക്ഷിക്കുന്നത് അല്ലെങ്കിൽ അവഗണിക്കുന്നത്. കാരണം സമൂഹത്തിൻ്റെ എക്സ്പെക്റ്റേഷൻസ് ആൻഡ് പ്രഷേഴ്സ്, ഒരു സ്ത്രീ അങ്ങനെയാവണം ഇങ്ങനെയാവണം എന്നുള്ള അവരുടെ പ്രഷർ കാരണം കൊണ്ടാണ് അവർ അത് ചെയ്യുന്നത്. ഹൗ ഡസ് കമലാദാസ് ഡിസ്ക്രൈബ് ഹെർ യൂസ് ഓഫ് ലാംഗ്വേജ്? അവരുടെ ഭാഷയുടെ പ്രയോഗത്തെ അവരെങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്? കമലാദാസ് ഡിസ്ക്രൈബ്സ് ഹെർ യൂസ് ഓഫ് ലാംഗ്വേജ് ആസ് എ പേഴ്സണൽ ആൻഡ് ഓണസ്റ്റ് എക്സ്പ്രഷൻ. അവരുടെ വ്യക്തിപരവും സത്യസന്ധവുമായിട്ടുള്ള ഒരു എക്സ്പ്രഷനായിട്ടാണ് അവരതിനെ പറയുന്നത്. ബ്ലെൻഡിങ് ഹാഫ് ഇംഗ്ലീഷ് ആൻഡ് ഹാഫ് ഇന്ത്യൻ, റിഫ്ലക്റ്റിംഗ് ഹെർ ഹ്യൂമൻ എക്സ്പീരിയൻസസ്. പകുതി ഇന്ത്യനും പകുതി ഇംഗ്ലീഷുമായിട്ടുള്ള അവരുടെ വ്യക്തിപരമായിട്ട് അനുഭവങ്ങളെയാണ് അവരിതിൽ എക്സ്പ്രസ് ചെയ്യുന്നത്. ഡോണ്ട് റൈറ്റ് ഇൻ ഇംഗ്ലീഷ്, ഹൂ ഗേവ് ദീസ് ഓർഡേഴ്സ് ആൻഡ് ടു ഹൂം? ഇംഗ്ലീഷിൽ എഴുതരുത്, ആരോടാണ് ഇങ്ങനെ പറയുന്നത്? The societal critics or those around her advised Kamala Das not to write in English, suggesting that English was not her mother tongue. സമൂഹത്തിലെ വിമർശകരും അവരുടെ ചുറ്റുമുള്ള ആളുകളാണ് അവരോട് ഇംഗ്ലീഷിൽ എഴുതരുതെന്ന് പറയുന്നത്, കാരണം ഇംഗ്ലീഷ് അവരുടെ മാതൃഭാഷയായിരുന്നില്ല. ഹൗ ഡസ് കമല ദാസ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഷീ ഹാസ് ഗ്രോൺ അപ്പ്? അവർ വളർന്നു എന്നുള്ളത് അവർ ചെറുപ്പത്തിൽ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? Kamala Das understands that she has grown up physically when she mentions her limbs swelling and places sprouting hair. അവർക്ക് കുറച്ച് ഹൈറ്റ് വെച്ചു, കൈയും കാലൊക്കെ ചെറുതായിട്ടൊന്ന് തടി വെച്ചു, പിന്നെ അവരുടെ ശരീരത്തിൽ ഒന്ന് രണ്ടിടങ്ങളിൽ മുടിയൊക്കെ വളർന്നു എന്നുള്ളത് കൊണ്ടാണ് അവർ വളർന്നു എന്ന് മനസ്സിലാക്കുന്നത്. ഫിറ്റ് ഇൻ ഓ ബിലോങ് ക്രൈഡ് കാറ്റഗറൈസേഴ്സ്. വാട്ട് ഇസ് എ കാറ്റഗറൈസേഴ്സ് അഡ്വൈസർ? ഇനി അവരെ കാറ്റഗറൈസ് ചെയ്യാൻ ശ്രമിക്കുന്നവർ എന്താണ് അവരോട് അഡ്വൈസ് ചെയ്തത്? ദ കാറ്റഗറൈസേഴ്സ് അഡ്വൈസസ് കമല ദാസ് ടു ഫിറ്റ് ഇൻ. ഈ സമൂഹത്തിനകത്ത് ഇങ്ങനെ ഒതുങ്ങി നിൽക്കാനാണ് അവർ പറയുന്നത്. ബിലോങ് ആൻഡ് അഡോപ്റ്റ് സൊസൈറ്റൽ റൂൾ, സമൂഹം കൽപ്പിച്ചു കൊടുത്തിട്ടുള്ള റോളുകൾ സ്വീകരിക്കുക. ഡിസ്കറേജിങ് ഹെർ ഫ്രം ഡീവിയേറ്റിംഗ് ഫ്രം എക്സ്പെക്റ്റഡ് നോംസ്, ആ പ്രതീക്ഷിക്കപ്പെട്ട രീതികളിൽ നിന്ന് വഴി മാറിപ്പോകരുതെന്നാണ് അവരുടെ ചുറ്റുമുള്ള കാറ്റഗറൈസേഴ്സ് പറയുന്നത്. അതായത് സാരി ഉടുക്കുക, അതുപോലെ സ്ത്രീകളെ പോലെ നടക്കുക, സ്ത്രീകളെ പോലെ ജോലികൾ ചെയ്യുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ചുറ്റുമുള്ളവരവരോട് പറയുന്നത്. വാട്ട് യു മീൻ ബൈ ദ ഫ്രേസ് സോഡ് ഇൻ ഇറ്റ്സ് ഷീത്ത്? ഈ ഉറയിൽ വെച്ചിട്ടുള്ള വാൾ എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ദ ഫ്രേസ് സോഡ് ഇൻ ഇറ്റ്സ് ഷീത്ത് മെറ്റഫോറിക്കലി റെഫേഴ്സ് ടു ദ ടൈറ്റ്ലി കൺട്രോൾഡ് ആൻഡ് കൺസ്ട്രെയിൻഡ് സെൽഫ്. അതായത് ഒരു വാളുറയ്ക്കകത്ത് വാൾ ഇങ്ങനെ ടൈറ്റായിട്ട് ഇരിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ചുറ്റുമുള്ള ഈ കാര്യങ്ങളിൽ അവർ ഒതുങ്ങി നിൽക്കാനാണ് അർത്ഥമാക്കുന്നത്. സജസ്റ്റിംഗ് എ പേഴ്സൺ പാക്ഡ് വിത്തിൻ സൊസൈറ്റൽ എക്സ്പെക്റ്റേഷൻസ് ആൻഡ് നോംസ്. സമൂഹത്തിൻ്റെ ഈ പ്രതീക്ഷകളും സമൂഹത്തിൻ്റെ നിയമങ്ങളും അതിന് ഉള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരാളെന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി ഇതിലെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ്. പാരഗ്രാഫ് എസ്സേ ക്വസ്റ്റ്യൻസ് നമ്മളതിലെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എന്ന രീതിയിലാണ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. ഈ പോയിന്റ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അത് ആൻസർ ചെയ്യാവുന്നതാണ്. ഇനി അതിൽ നിങ്ങൾക്ക് ഫുള്ളായിട്ടുള്ള പാരഗ്രാഫ്, ഫുള്ളായിട്ടുള്ള എസ്സേ ആൻസേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ PDF അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ നമുക്കത് അയച്ചു തരാൻ കഴിയും. ആദ്യത്തെ ചോദ്യം, എക്സ്പ്ലെയിൻ ദ ലൈൻസ് I am sinner, I am saint, I am the beloved and the betrayed. ഞാൻ പാപിയാണ്, വിശുദ്ധയാണ്, അതുപോലെ തന്നെ സ്നേഹിതയും വഞ്ചിക്കപ്പെട്ടവളുമാണ് എന്നുള്ള വരിയുടെ അർത്ഥമാണ് ചോദിക്കുന്നത്. ദ പോയിറ്റ് എംബ്രേസസ് പാരഡോക്സസ് വിത്തിൻ ഹെർസെൽഫ്. അവരിലുള്ള വൈരുദ്ധ്യങ്ങളെ അവർ അംഗീകരിക്കാൻ തയ്യാറാവുകയാണ്. ദ ലൈൻ സിഗ്നിഫൈസ് ദ പോയിറ്റ്സ് അക്സെപ്റ്റൻസ് ഓഫ് കൺഫ്ലിക്റ്റിംഗ് ആസ്പെക്ട്സ് ഇൻ ഹെർ ലൈഫ്. അവരുടെ ജീവിതത്തിലുള്ള പരസ്പര വിരുദ്ധങ്ങളായിട്ടുള്ള കാര്യങ്ങളെ അംഗീകരിക്കാൻ അവർ തയ്യാറാവുകയാണ്. അതായത് അവർ സ്നേഹിക്കപ്പെട്ടിട്ടുണ്ട്, അവർ വഞ്ചിക്കപ്പെട്ടിട്ടുമുണ്ട്, അവർ ഒരു വിശുദ്ധയായിട്ട് അവരെ കാണുന്നുണ്ട്, പാപിയായിട്ടും കാണുന്നുണ്ട്. ഇതെല്ലാം അവർ അംഗീകരിക്കാൻ തയ്യാറാവുകയാണ്. ഇറ്റ് റിഫ്ലക്ട്സ് ദ കോംപ്ലക്സിറ്റി ഓഫ് ഹ്യൂമൻ നേച്ചർ, അക്നോളജിങ് ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ആസ്പെക്ട്സ്. ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ അവർ തയ്യാറായി. അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ രീതിയിലാണെന്നാണ് നമ്മൾ കാണുന്നത്. ഡിസ്ക്രൈബ് ദ മേജർ തീംസ് ഡിസ്കസ്ഡ് ഇൻ ദ പോയം. ഇനി കവിതയിൽ വരുന്ന പ്രധാനപ്പെട്ട തീംസ് ആണ്. ഐഡൻറ്റിറ്റി ആൻഡ് സെൽഫ് ഡിസ്കവറി ആർ സെൻട്രൽ തീംസ്. ഐഡൻറ്റിറ്റി, അവരുടെ ഐഡൻറ്റിറ്റി എന്താണെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്, അത് പ്രധാനപ്പെട്ടൊരു തീമാണ്. സെൽഫ് ഡിസ്കവറി, അവരെ തന്നെ കണ്ടെത്തുക എന്നുള്ളൊരു തീം വരുന്നുണ്ട്. കൾച്ചറൽ ആൻഡ് ലിംഗ്വിസ്റ്റിക് കൺഫ്ലിക്ട്സ് ആർ എക്സ്പ്ലോർഡ്. സാംസ്കാരികവും ഭാഷാപരവുമായിട്ടുള്ള കൺഫ്ലിക്റ്റ്, അവരോട് അങ്ങനെ വസ്ത്രം ധരിക്കൂ, ഇങ്ങനെ ഈ ഭാഷയിൽ പറയൂ എന്നുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ സമൂഹത്തിലെ അത്തരം കാര്യങ്ങൾ ഇതിനകത്തൊരു തീമായിട്ട് വരുന്നുണ്ട്. സൊസൈറ്റൽ എക്സ്പെക്റ്റേഷൻസ്, സമൂഹത്തിൻ്റെ ഒരാളിൽ നിന്ന് എന്തൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്. ജെൻഡർ റോൾസ് പ്രധാനമായിട്ടൊന്നാണ്. ഒരു സ്ത്രീ എന്നുള്ളതിൽ അങ്ങനെയാവണം ഇങ്ങനെയാവണം എന്നൊക്കെ പറയുന്നതിന് അവർ വിമർശിക്കുന്നുണ്ട്. ആൻഡ് സ്ട്രഗിൾ ഫോർ പേഴ്സണൽ ഫ്രീഡം, വ്യക്തി സ്വാതന്ത്ര്യം.
ആർ പ്രൊമിനൻറ്റ് തീംസ്. ഇതൊക്കെയാണ് ഈ കവിതയിൽ പ്രധാനമായിട്ടുള്ള തീംസായിട്ട് വരുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ എഴുതുക. എന്നിട്ട് ഇതിൻ്റെയൊക്കെ ഉദാഹരണങ്ങളായിട്ട് ആ കവിതയിൽ വരുന്ന കാര്യങ്ങൾ കൂടി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എഴുതി കഴിഞ്ഞാൽ നമുക്കതിൻ്റെ പാരഗ്രാഫ് തയ്യാറാക്കാൻ പറ്റും. റൈറ്റ് എ ബ്രീഫ് നോട്ട് ഓൺ ദ ടിപ്പിക്കൽ ഇന്ത്യൻ വുമൺ ആൻഡ് മെയിൽ ഡോമിനേഷൻ ഇൻ ഇന്ത്യൻ സൊസൈറ്റി ആസ് എക്സ്പ്രസ്ഡ് ഇൻ ദ പോയം. ഇനി ഈ കവിതയിൽ പറയുന്ന മെയിൽ ഡോമിനേഷൻ അതുപോലെ ടിപ്പിക്കൽ ഇന്ത്യൻ വുമൺ എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ദ പോയിന്റ് ചലഞ്ചസ് സ്റ്റീരിയോടൈപ്പിക്കൽ റോൾസ് ഇമ്പോസ്ഡ് ഓൺ വിമൻ. ഈ സ്ത്രീകൾ ഇങ്ങനെയൊക്കെ ആയിരിക്കണം എന്ന് പറയുന്ന സങ്കല്പത്തെ ഈ കവിത എതിർക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ എക്സാമ്പിൾസ് എഴുതണം. അതായത് അവരോട് സാരി ഉടുക്കാൻ പറയുന്നുണ്ട്, അതുപോലെ ഒരു വൈഫ് ആവാൻ പറയുന്നുണ്ട്, പിന്നെ കുക്ക് ചെയ്യാൻ പറയുന്നുണ്ട്. അത്തരം കാര്യങ്ങൾ അവർ സ്റ്റീരിയോടൈപ്പിക്കലായിട്ടുള്ള റോളുകളെ കുറിച്ച് പറയുന്നുണ്ട്, അതിനെ എതിർക്കുന്നുണ്ട്. ഇറ്റ് ഹൈലൈറ്റ് സൊസൈറ്റിയിൽ പ്രഷേഴ്സ് ആൻഡ് മെയിൽ ഡോമിനേഷൻ. ഇനി അങ്ങനെ ആവുന്നതിന് വേണ്ടിയിട്ട് അവരെ ചുറ്റുമുള്ള ആളുകൾ അവരെ പ്രഷർ ചെയ്യുന്നതിനെ കുറിച്ചിട്ടും പിന്നെ മെയിൽ ഡോമിനേഷനെ കുറിച്ചിട്ടും ഇതിനകത്ത് പറയുന്നുണ്ട്. ദ പോയിന്റ് റിബൽസ് അഗെയിൻസ്റ്റ് കാറ്റഗറൈസേഷൻ. അങ്ങനെ ആളുകളെ സ്ത്രീ പുരുഷൻ എന്ന് കാറ്റഗറൈസ് ചെയ്തിട്ട് അങ്ങനെ ജീവിക്കണം എന്നുള്ളതിനെ അവർ എതിർക്കുന്നു. സീക്കിംഗ് ഹെർ ഓൺ ഐഡന്റിറ്റി ബിയോണ്ട് ട്രഡീഷണൽ നോംസ്. ഈ പരമ്പരാഗതമായിട്ട് പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് അവരുടെ വ്യക്തിത്വം കണ്ടെത്താൻ വേണ്ടി അവർ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഈ കവിതയിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് ടിപ്പിക്കൽ ഇന്ത്യൻ വുമൺ എന്ന് പറയുന്നത് ഇവരോട് എങ്ങനെയാണോ സമൂഹം ആവാൻ പറയുന്നത് അതാണ് ടിപ്പിക്കൽ ഇന്ത്യൻ വുമൺ ഈ കവിതയ്ക്കകത്ത് നമ്മൾ കാണുന്നത്. ഇനി മെയിൽ ഡോമിനേഷൻ എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. ഇവരോട് ഇങ്ങനെ ആവാൻ പറയുന്നത് മെയിൽ ഡോമിനേഷൻ്റെ ഭാഗമായിട്ടാണ്. പിന്നെ അവർക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഈ കവിതയിൽ പറയുന്നുണ്ട്. അതും നമുക്ക് മെയിൽ ഡോമിനേഷൻ്റെ ഭാഗമായിട്ട് എഴുതാവുന്നതാണ്. The weight of my breast and womb crushed me. I shrank pitifully. What does the poet want to convey? ഇനി വരിയിലൂടെ എന്താണ് പോയറ്റ് പറയുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. The poet expresses the physical and the emotional burden of societal expectations. സമൂഹം ഇങ്ങനെ ആവണം എന്ന് പറയുന്നതിൻ്റെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ബേർഡനെ കുറിച്ചിട്ട് അവർ പറയുന്നുണ്ട്. ദി ഇമേജറി കൺവേസ് എ സെൻസ് ഓഫ് ഒപ്രഷൻ ആൻഡ് സഫക്കേഷൻ. അവരെ അടിച്ചമർത്തപ്പെടുക എന്നുള്ള ഒരു ഫീലിംഗ് അവർക്ക് അവിടെ ഉണ്ടാവുന്നുണ്ട്. ഇറ്റ് റിഫ്ലെക്ട്സ് ദ പോയിറ്റ്സ് സ്ട്രഗിൾ അഗെയിൻസ്റ്റ് ദ വെയിറ്റ് ഓഫ് സൊസൈറ്റൽ നോംസ്. ഇനി ആ വെയിറ്റ് എന്ന് പറയുന്നത് സമൂഹം അവരുടെ മേൽ അടിച്ചേൽപ്പിച്ചിട്ടുള്ള ഒരു ഭാരമാണ്, അത് അവർ അനുഭവിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ കവിത പറഞ്ഞതുപോലെ ഒബ്ജക്റ്റിഫിക്കേഷൻ എന്നുള്ളൊരു സംഭവം അവർക്കൊരു ഫീലിംഗ് ആയിട്ട് വരുന്നുണ്ട്. അവരെ ഒരു ഒബ്ജക്റ്റായിട്ട് കണ്ടുകൊണ്ട് അവരോട് പെരുമാറി അവരുടെ മനസ്സിനെ അഡ്രസ്സ് ചെയ്യുന്നില്ല എന്നുള്ള കാര്യമൊക്കെയാണ് അവർക്ക് ഇത്തരത്തിലുള്ളൊരു ഫീലിംഗ് ഉണ്ടാവുന്നതിന് കാരണമാവുന്നത്. വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ ടൈറ്റിൽ ഓഫ് ദ പോയം? ആൻ ഇൻട്രൊഡക്ഷൻ ബൈ കമല ദാസ്. ഇനി ഇതിലെ ടൈറ്റിലിൻ്റെ സിഗ്നിഫിക്കൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ദ ടൈറ്റിൽ ഇംപ്ലൈസ് ദ പോയിറ്റ്സ് ഇൻട്രൊഡക്ഷൻ ഓഫ് ഹെർസെൽഫ് ടു ദ വേൾഡ്. നമ്മൾ പറഞ്ഞു അവരെ തന്നെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, അതാണ് ആ ടൈറ്റിലിൻ്റെ സിഗ്നിഫിക്കൻസ്. ഇറ്റ് റിഫ്ലെക്ട്സ് എ ഡിസൈർ ടു ഡിഫൈൻ ഹെർ ഐഡൻറ്റിറ്റി ഓൺ ഹെർ ടേംസ്. മാത്രമല്ല അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത് അവർ തന്നെയാണ്, അവരെ ഡിസ്ക്രൈബ് ചെയ്യേണ്ടത് അവർ തന്നെയാണ്, അവരെന്താണെന്നുള്ളത് പറയേണ്ടതെന്നുള്ളത് കൂടി ആ ഒരു ടൈറ്റിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ദ പോയം സെർവ്സ് എസ് എൻ ഇൻട്രൊഡക്ഷൻ ടു കമല ദാസസ് കോംപ്ലക്സ് പേഴ്സോണ, തോട്ട്സ് ആൻഡ് സ്ട്രഗിൾസ്. അവർക്കുള്ളൊരു ഇൻട്രൊഡക്ഷൻ തന്നെയാണത്. അവരുടെ ഒരു വ്യക്തിത്വം, അവരുടെ ചിന്തകൾ, അവരുടെ സ്ട്രഗിൾസ്, അവർ നേരിടേണ്ടി വന്ന കാര്യങ്ങൾ തുടങ്ങിയവയ്ക്കുള്ള ഇൻട്രൊഡക്ഷൻ തന്നെയാണ്. ആ രീതിയിൽ ഈ കവിതയ്ക്ക് വളരെ യോജിച്ചിട്ടുള്ള ഒരു ടൈറ്റിൽ തന്നെയാണ് എന്ന് നമുക്ക് എഴുതാം. ഇനി ഇതിലെ എസ്സേ ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നാമത്തെ ചോദ്യം, ഡിസ്കസ് ദ പോയം ആൻഡ് ഇൻട്രൊഡക്ഷൻ ആസ് എ സ്ട്രിഞ്ചന്റ് ക്രിറ്റിസിസം അഗെയിൻസ്റ്റ് ദ പാട്രിയാർക്കൽ സൊസൈറ്റി. ഈ പുരുഷ കേന്ദ്രീകൃത സമൂഹത്തിനെതിരെയുള്ള ഒരു വിമർശനമായിട്ട് ഈ കവിതയെ വിലയിരുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ദ പോയം ക്രിറ്റിസൈസസ് സൊസൈറ്റൽ എക്സ്പെക്ടേഷൻസ് ഇമ്പോസ്ഡ് ഓൺ വുമൺ. നമ്മൾ നേരത്തെ പറഞ്ഞതും കണ്ടതുമാണ്. ഈ സ്ത്രീകൾക്ക് മേൽ അടിച്ചേൽപ്പിക്കുന്ന ഓരോ റോളുകൾ, പദവികൾ, ഇങ്ങനെ ആവണം അങ്ങനെ ആവണം എന്നുള്ളതിനെ ഈ കവിത വിമർശിക്കുന്നുണ്ട്. ഇറ്റ് ചലഞ്ചസ് ദ പാട്രിയാർക്കൽ നോംസ് ദാറ്റ് റിസ്ട്രിക്റ്റ് വിമൻ ടു പ്രീഡിഫൈൻഡ് റൂൾസ്. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, സ്ത്രീകൾ അങ്ങനെ ഇങ്ങനെയൊക്കെ സാരി ധരിക്കണം, അടുക്കളയിൽ പോകണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്, അതിനെയൊക്കെ എതിർക്കുന്നുണ്ട്. Kamala Das rebels against the male domination and societal categorization, advocating for individual freedom. അപ്പോൾ ഈ കവിതയിൽ നമ്മൾ കാണുന്നത് ഇങ്ങനെ ആളുകളെ കാറ്റഗറൈസ് ചെയ്യുന്ന എതിർത്തുകൊണ്ട് ഓരോരുത്തർക്കും ഇൻഡിവിജ്വൽ ഫ്രീഡം, വ്യക്തിപരമായിട്ട് അവരെന്താണോ അത് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു കാര്യത്തെക്കുറിച്ചിട്ടാണ് ഈ കവിതയിൽ പറയുന്നത്. അപ്പോൾ ഈ കവിതയിൽ ഉടനീളം നമ്മൾ കണ്ടിട്ടുള്ള ഓരോ എക്സാമ്പിൾസ് ഉണ്ടല്ലോ, അവരോട് സമൂഹം അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു, അവരത് അനുഭവിച്ചു, അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് ഈ പോയിന്റും കൂടി വെച്ചുകൊണ്ട് നമുക്ക് എസ്സേ എഴുതാവുന്നതാണ്. ഇനി ഇതിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, കമന്റ് ഓൺ ആൻ ഇൻട്രൊഡക്ഷൻ ആസ് എ കൺഫെഷണൽ പോയം. ഇനി പോയതിൻ്റെ ഒരു കൺഫെഷൻ ആയിട്ട് കണക്കാക്കാൻ, ഒരു കുമ്പസാരം എന്നാണ് ഉദ്ദേശിക്കുന്നത്.
The poem is confessional in nature, revealing the poet's personal struggles and emotions. ഒരു തരത്തിൽ ഈ പോയം ഒരു കൺഫെഷനാണ്. കാരണം അവരുടെ വ്യക്തിപരമായിട്ടുള്ള അനുഭവങ്ങളെക്കുറിച്ചും സ്ട്രഗിൾസിനെ കുറിച്ചിട്ടൊക്കെയാണ് ഇവിടെ പറയുന്നത്. Kamala thus openly discusses her experiences, embracing contradictions and complexities. അവരുടെ സ്വന്തം അനുഭവങ്ങളെക്കുറിച്ച് അവർ വളരെ ഓപ്പണായിട്ട് എഴുതുന്നുണ്ട്. അതുപോലെ തന്നെ അവരിലുള്ള ഈ വൈരുദ്ധ്യങ്ങളെ അവർ അംഗീകരിക്കുന്നുണ്ട്. ആ രീതിയിൽ ഈ പോയം നമുക്കൊരു കൺഫെഷൻ പോയാണെന്ന് പറയാം. Through confessional elements, the poem becomes a platform for the poet's self-expression and defiance of societal norms. അതുപോലെ തന്നെ ഒരു കൺഫെഷണൽ ടോൺ വെച്ചുകൊണ്ടാണ് അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കവിത ഉപയോഗിക്കുന്നത്. അതിലൂടെ അവർ ഈ സമൂഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ അവർ എതിർക്കുകയും ചെയ്യുന്നുണ്ട്. ആ തരത്തിൽ നമുക്ക് ഈ പോയം ഒരു കൺഫെഷണൽ നേച്ചറുള്ളതാണെന്ന് പറയാം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ പോയത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. മെയിൽ ഡോമിനൻസ് എന്ന് പറയുന്ന ഒരു കാര്യത്തെ എതിർക്കുന്നത്, പിന്നെ ഈ കൺഫെഷണൽ ടോൺ എന്ന് പറയുന്നത്, പിന്നെ ഈ സെൽഫ് ഐഡൻറ്റിറ്റി പ്രൊക്ലമേഷൻ എന്ന് പറയുന്ന കാര്യങ്ങൾ, അത്രയാണ് നമുക്ക് തീമായിട്ട് വരുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.